ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യമെന്ന് പറഞ്ഞു വെച്ച വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ് ഓഗസ്റ്റ് 4-ാം തീയതി കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുക. ലോകമെമ്പാടുമുള്ള വൈദികരുടെ മധ്യസ്ഥനായാണ് അദ്ദേഹം അറിയപ്പെടുക. തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച ഒരു വിശുദ്ധ പുരോഹിതൻ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് സാധിക്കും ലളിതമായ പൗരോഹിത്യ വസ്ത്രവും ശാന്തവും വിനയപൂർണവുമായ ഒരു മുഖഭാവവുമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലും ഒരു ആഡംബര മനോഭാവമില്ലാത്ത ഒരു വ്യക്തി. അധികാരത്തിൻ്റെ ഭാവമില്ല, മറിച്ച് പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും പ്രകാശം മാത്രമേ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ കുരിശ് പറഞ്ഞു വയ്ക്കുന്നത് ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ജപമാല നമ്മൾ പറയുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനാണ്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ വസ്ത്രം നമ്മോട് പറയുന്നത് ദൈവവിളിയോട് വിശ്വസ്തരായിരിക്കുവാനാണ്. അദ്ദേഹത്തിൻ്റെ ശാന്തമായ മുഖം നമ്മോട് പറഞ്ഞു വയ്ക്കുക വിനയത്തോടെ സേവിക്കാനാണ്. കുമ്പസാരക്കൂട് പറഞ്ഞു വയ്ക്കുക പാപികളോട് കരുണ കാണിക്കാനാണ്. ലളിതമായ ജീവിതം പറഞ്ഞു വയ്ക്കുക ആഡംബരത്തേക്കാൾ സ്നേഹത്തെ തിരഞ്ഞെടുക്കുവാനാണ്. പ്രാർത്ഥനാ ജീവിതം പറയുന്നത് ദൈവത്തോടൊപ്പം നിൽക്കാതെ ജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ കഴിയില്ല എന്നാണ്. ജീവിതത്തിൻ്റെ അവസാന കാലത്തും അദ്ദേഹം തൻ്റെ ശുശ്രൂഷയിൽ വിശ്വസ്തനായിരുന്നു. ശരീരം ക്ഷീണിച്ചപ്പോഴും ജനങ്ങളെ സേവിക്കുന്നത് അദ്ദേഹം തുടർന്നു. തൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷം വരെ അദ്ദേഹം ദൈവത്തിനും സഭയ്ക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി ജോൺ ജനിച്ചു. മാതാപിതാക്കന്മാർ ഭക്തരായ കർഷകരായിരുന്നു. ഒരുപാട് തരത്തിലുള്ള മതപീഡനങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ വിയാനിയുടെ ബാല്യവും യൗവനവും. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം വളരെ ലളിതമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ബാല്യം മുതൽ തന്നെ അദ്ദേഹത്തിന് ദൈവത്തോടും പ്രാർത്ഥനയോടും വലിയ സ്നേഹമുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ കളികളിൽ മുഴങ്ങുമ്പോൾ അദ്ദേഹം പലപ്പോഴും ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ അമ്മയോടും അദ്ദേഹത്തിന് പ്രത്യേക ഭക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യജീവിതം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധി വലിയ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല വളരുന്നത്, ചെറിയ പ്രാർത്ഥനകളിലും ലളിതമായ നന്മകളിലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുമാണ് വിശുദ്ധി വളരുന്നതെന്ന്. ആരാധനയ്ക്കും മറ്റുള്ള കർമ്മങ്ങൾക്കും ഒരു പുരോഹിതനെ പോലും കിട്ടാത്ത അവസരങ്ങൾ ഒരുപാട് വന്നു. ആ സമയത്ത് മുതൽ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു പുരോഹിതനാകണമെന്ന്. പക്ഷേ പുരോഹിതനാകുവാനുള്ള വഴി അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല. പഠനത്തിൽ അദ്ദേഹം പല ബുദ്ധിമുട്ടുകളും നേരിട്ടു. പ്രത്യേകിച്ച് ലത്തീൻ ഭാഷയും ദൈവശാസ്ത്ര പഠനവും അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. ചിലർ അദ്ദേഹത്തെ കഴിവിനെ സംശയിച്ചു. പല പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തിന് മുമ്പിലുണ്ടായി. എന്നാൽ അദ്ദേഹം തൻ്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. എനിക്കെല്ലാം അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പകരം ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ എന്നെ നയിക്കുമെന്ന വിശ്വാസത്തോടെ അദ്ദേഹം മുന്നോട്ട് പോയി. ഇവിടെ ഇന്നത്തെ യുവാക്കൾക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഒരു വലിയ സന്ദേശം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. കഴിവുകൾ കുറവായിരിക്കാം, പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, മറ്റുള്ളവർ നമ്മെ വില കുറച്ച് കാണാം. എന്നാൽ ദൈവവിളിയോടുള്ള വിശ്വസ്തതയും കഠിനാധ്വാനവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവം നമ്മിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള പ്രശ്നം കൊണ്ട് മാത്രം പുരോഹിതനാകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നപ്പോൾ വികാരി ജനറൽ റെക്ടറോട് ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ: വിയാനി ഭക്തിപൂർവ്വം കൊന്ത ചൊല്ലുമോ എന്ന്.
ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം വിയാനിക്കാണെന്ന് റെട്രോ പറഞ്ഞു. എങ്കിൽ വിയാനിക്ക് ഞാൻ പട്ടം കൊടുക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് 1815 ഓഗസ്റ്റ് 13 ജോണിന് പട്ടം കൊടുത്തു. 2 കൊല്ലം തന്നെ പഠിപ്പിച്ച ബെയ്ലിയുടെ കീഴിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു. അനന്തരം ആർട്സിലെ വികാരിയായി. കുമ്പസാരവും കുർബാനയുമില്ലാത്ത ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആർട്സ് ഒരു അനുതാപ കേന്ദ്രമാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ ആർട്സ് ഗ്രാമത്തിൽ വിശ്വാസ ജീവിതം വളരെ ദുർബലമായിരുന്നു. ആളുകൾ ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്നു. പള്ളിയിൽ എത്തുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ഒരു പുരോഹിതൻ നിരാശനാകേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ജോൺ മരി വിയാനി ജനങ്ങളെ കുറ്റപ്പെടുത്തുകയോ അവരെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആദ്യം അദ്ദേഹം തൻ്റെ മുട്ടുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കണമെങ്കിൽ ആദ്യം ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കണമെന്ന്. അദ്ദേഹം മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിച്ചു. ദരിദ്രരെ സഹായിച്ചു. രോഗികളെ സന്ദർശിച്ചു. കുട്ടികൾക്ക് വിശ്വാസ പാഠങ്ങൾ പഠിപ്പിച്ചു. ജനങ്ങളുടെ വേദന കേട്ടു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറും ഫാദർ വിയാനി കുംസാരക്കൂട്ടിൽ ചെലവഴിച്ചു പോന്നു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോഴും ക്രമേണ ആർട്സ് ഗ്രാമം മാറി തുടങ്ങി. ഒരു മനുഷ്യൻ്റെ വിശുദ്ധ ജീവിതം ഒരു ഗ്രാമത്തിൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് മാറ്റിമറിച്ചു. വിശുദ്ധ ജോൺ മരി വിയാനിയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ശുശ്രൂഷ കുമ്പസാരം കേൾക്കുന്നതായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അദ്ദേഹത്തെ കാണാൻ ആർട്സിലേക്ക് എത്തി. അവർ തങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും വേദനകളും പാപങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം ആരെയും അവഹേളിച്ചില്ല. അദ്ദേഹം ആരെയും തള്ളിക്കളഞ്ഞില്ല. കരുണയുള്ള ഒരു പിതാവിനെ പോലെ അദ്ദേഹം അവരെ സ്വീകരിച്ചു. പാപത്തിൽ നിന്നും മാറി ദൈവത്തിലേക്ക് മടങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുമ്പസാര ശുശ്രൂഷ അനേകം മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി ദാരിദ്ര്യത്തെ സ്നേഹിച്ചു. തനിക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം ദരിദ്രർക്കായി നൽകി. സ്വന്തമായി വലിയ സമ്പത്ത് ശേഖരിച്ചില്ല. ലളിതമായ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തി. 1859 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ അവസാനമായിരുന്നില്ല. എന്നും ലോകമെമ്പാടുമുള്ള വൈദികർക്ക് അദ്ദേഹം ഒരു മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മരി വിയാനിയുടെ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ കഴിവുകളാണ് ഒരു വിശുദ്ധനെ സൃഷ്ടിക്കുന്നത് എന്നല്ല, ദൈവത്തോടുള്ള വിശ്വസ്തതയും പ്രാർത്ഥനയും വിനയവും സേവനവും കരുണയുമാണ് ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാ വൈദികർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരും പ്രാർത്ഥനയിൽ ശക്തരാകട്ടെ എന്ന്, വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹമുള്ളവരാകട്ടെ എന്ന്, ജനങ്ങളുടെ സന്തോഷത്തിനും ദുഃഖത്തിനും കൂടെ നിൽക്കുന്ന വ്യക്തികളാകട്ടെ എന്ന്, ദരിദ്രരെയും രോഗികളെയും വേദനിക്കുന്നവരെയും കരുണയോടെ സ്വീകരിക്കുന്ന വ്യക്തികളാകട്ടെ എന്ന്, ക്രിസ്തുവിന് നല്ല ഇടയൻ്റെ ഹൃദയത്തോടെ അവർ ജനങ്ങളെ നയിക്കട്ടെ എന്ന്. അവസാനമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഓർക്കാം നമ്മുടെ എല്ലാ വൈദികരെയും. പ്രത്യേകിച്ച് നമുക്ക് മാമോദീസ ജലം നമ്മുടെ തലയിലൊഴിച്ച് നമ്മുടെ സഭയിലേക്ക് നമ്മളെ അംഗങ്ങളാക്കി തീർത്ത ആ വൈദികൻ തുടങ്ങി ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടുമുട്ടിയ വൈദികര്, നമ്മുടെ ഇടവകയിലായിരുന്ന വൈദികര്, നമ്മുടെ ബന്ധുക്കരായിരുന്ന വൈദികര്, എല്ലാവരെയും ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും കരുണയും കരുതലും എന്നും എല്ലാ വൈദികരെ കൂടെ ഉണ്ടാകുവാനും, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ വാക്കുകൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അനുഗ്രഹം ഓരോ വൈദികർക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.